ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപത്തിൽ നീ മാപ്പ് ചോദിക്കുന്നു, നിന്റെ മനസ്സിൽ അതാ മാപ്പ് ചോദിക്കുകയാണെന്ന മനസ്സിന്റെ സാന്നിധ്യത്തോട് ചോദിക്കും. ഉസ്താദിനോട് മാപ്പ് ചോദിക്കുന്നു, നിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കും. ബാപ്പയോട് മാപ്പ് ചോദിക്കുന്നു, നീ മനസ്സാന്നിധ്യത്തോടെ മാപ്പ് ചോദിക്കും. അല്ലേ? നീ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുന്നു. അത് വെറും നാവുകൊണ്ടെങ്കിൽ ചൊല്ലി തീർക്കാനുള്ളതല്ല, മനസ്സിന്റെ അടിത്തട്ടിലുള്ള വികാരം അറിയുന്നു. റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന ബോധത്തോടെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലണം. ഞാൻ നിങ്ങളും അസ്തഗ്ഫിറുള്ള ധാരാളം ചൊല്ലുന്നു. 11 ചൊല്ലുന്നു, നിസ്കരിച്ച് 3 പ്രാവശ്യം ചൊല്ലുന്നു. ഫലം കാണൂല, കാരണം മനസ്സിൽ നിന്ന് ചൊല്ലുന്നില്ല, നാവ് കൊണ്ട് ചൊല്ലുകയാണ്. മനസ്സറിയാത്ത പ്രവർത്തനത്തിൽ ഫലമില്ല സുഹൃത്തേ. കൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ചൊല്ലണം. ആ കൽബിന്റെ സാന്നിധ്യത്തോട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. അത് മനസ്സറിഞ്ഞ് കണ്ണ് നനഞ്ഞ് നിങ്ങളൊന്ന് ചെയ്യൂ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ മുറുകെ പിടിക്കൂ. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. ഏത് ഇടുക്കത്തിൽ നിന്നും അല്ലാഹു തആല പുറത്തു പോകാൻ നിനക്ക് വഴി തരും. ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വഴി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ഏത് മുസിബും ദുഃഖവും ഉണ്ടെങ്കിലും അല്ലാഹു തആല നിനക്ക് നീക്കിത്തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നീ അറിയാത്ത നിനക്ക് അല്ലാഹു ഭക്ഷണം തരും. മനസ്സറിഞ്ഞ് ചൊല്ലണം, മനസ്സാന്നിധ്യത്തോടെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. കൊടുക്കുന്ന രാജാവിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്ർ. ഓ സഹോദരന്മാരെ, മറ്റൊരു ദിക്ർ അതെത്രയും നിങ്ങൾ വർദ്ധിപ്പിച്ചു. ചുരുങ്ങിയതൊരു 100 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു തെറ്റും ചിന്തിക്കാത്ത 100 പ്രാവശ്യം അത് ചൊല്ലിയെന്ന് പറഞ്ഞാൽ ഭാവിയായ ഞാൻ എത്ര പ്രാവശ്യം ചൊല്ലണം? നമ്മൾ എത്ര പ്രാവശ്യം തമ്മിലോട് മനസ്സറിഞ്ഞ് വാക്ക് പറയണം? പരമാവധി വർദ്ധിപ്പിച്ചു സഹോദരിമാരെ, വർദ്ധിപ്പിച്ചു സഹോദരന്മാരെ. നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യയുടെ പ്രശ്നങ്ങൾ, കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ 100 കൂട്ടം പ്രശ്നങ്ങൾ, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു തരും. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തതാണ്. ആ വാഗ്ദത്തം ലംഘിക്കപ്പെടുകയില്ല. പക്ഷേ മനസ്സറിഞ്ഞ് ചെയ്യണം, ഈമാനോടെ ചെയ്യണം. അപ്പോഴേ ഫലം കാണുകയുള്ളൂ, ഇല്ലെങ്കിൽ ഫലം കാണുകയില്ല. ഒരു ദിക്ർ മറ്റൊന്നിന്റെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ഒരു ദിക്ർ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾക്ക് അറിയുന്ന ദിക്റേ പറയുന്നുള്ളൂ. രാവിലെ ചൊല്ലിക്കൂ 7 പ്രാവശ്യം, വൈകുന്നേരം ചൊല്ലിക്കൂ 7 പ്രാവശ്യം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, من قال في كل يوم حين يصبح وحين يمسي. മനുഷ്യൻ വൈകുന്നേരം ചൊല്ലി വഹീന യുംസി, അത് രാവിലെ ചൊല്ലി വഹീന യുംസി, വൈകുന്നേരവും ചൊല്ലി. എന്താ ചൊല്ലിയത്? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. അല്ല എന്നെ മതിയാക്കുന്നവനാണ്. അള്ളാഹ്ക്ക് മാത്രമേ എനിക്ക് വേണ്ടത് തരാൻ കഴിയൂ. അവൻ എന്നെ മതിയാക്കാൻ കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ തന്നെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അസീം. അവൻ മഹത്തായ അധികാരത്തിന്റെ നാഥനാണ്. അവൻ മഹത്തായ അർശ് എന്ന സൃഷ്ടിയുടെയും റബ്ബാണ്. 7 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഫാഹുല്ലാഹു തആല മാ അഹമ്മഹു മിൻ അംരി ദുനിയാ വൽ ആഖിറ.
ദുനിയാവിന്റെ പ്രശ്നം അവനെന്തുണ്ടോ, ആഖിറത്തിന്റെ പ്രശ്നം അവനെന്തുണ്ടോ, അല്ലാഹു അവനത് പരിഹരിച്ചു കൊടുക്കും കേട്ടോ. ഒരിക്കലും തന്നെ മറക്കാതെ മരണം വരെ ചൊല്ലിക്കോളൂ. രാവിലെ 7 പ്രാവശ്യം ഹസ്ബിയല്ലാഹു വിളിക്കോ. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ 7, വൈകുന്നേരം 7 അത് ചൊല്ലാൻ എന്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പ്രത്യേകം ഉണർത്തി ഇബ്നാന്റെ പ്രസംഗം നിർത്തുന്നു. ഇതുപോലെ വലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. വലിയ വലിയ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാധിക്കായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിൽ രക്ഷപ്പെടുന്ന അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ശരിയായ മുഅ്മിനീങ്ങളിൽ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയ മുഅ്മിനീങ്ങളിൽ റബ്ബിനെ കണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തിൽ കാലെടുത്ത് വെക്കുന്നവരിൽ റബ്ബിനെ കണ്ടുകൊണ്ട് മാത്രം ഏതൊരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നവരിൽ അല്ലാഹ് 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 എന്ന ചിന്തയിൽ ഏത് ചലനവും ഏതടക്കവും നിയന്ത്രിക്കുന്നവരിൽ സാധുക്കളായ നമ്മയിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതിനുള്ളൊരു തൗഫീഖിന് വേണ്ടി ഈ പാവപ്പെട്ട എനിക്കൊരു തൗഫീഖ് ലഭിക്കാൻ നിങ്ങളൊക്കെ ആചരിക്കണമെന്ന് എന്റെ സദസ്സിൽ വന്ന് എല്ലാവരെയും പ്രത്യേകം വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം നിർത്തേ. ഓ സഹോദരന്മാരെ, പുതുവർഷം വന്നു, മുഹറം മാസം കടന്നു, അതുപോലെ ജനുവരി വന്നു. സുബ്ഹാനല്ലാഹ്, ജനത്തെ അതാ പുതുവർഷം വന്നതിനുള്ള ആഘോഷത്തിലാണ്. നമ്മൾ ആഘോഷത്തിലല്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി, ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി. ഞാൻ കബറിലേക്ക് ഒരു കൊല്ലം കൂടി അടുത്തുപോയി. ഞാനെന്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള കാലം എനിക്കൊരു കൊല്ലം കൂടി കുറഞ്ഞുപോയി. എനിക്ക് കുറഞ്ഞ കാലമേ എന്റെ ജീവിതത്തിലേക്കുള്ളൂ. ഈ ചിന്ത നമ്മെ ധരിക്കേണ്ട സന്ദർഭമാണിതെന്നും ഈ മുഹറം മാസം വളരെ മഹത്വമുള്ള മാസം, നോമ്പിന് പ്രത്യേകതയുള്ള മാസം, ആശൂറായിന്റെ പ്രധാനത്തിൽ ഞാൻ പറയും. ആശൂറായിന്റെ അന്ന് നമ്മൾ വാല് നിർത്തി വെക്കുന്നില്ല. കാരണം അതുകൊണ്ടൊരു പ്രത്യേക പ്രയോജനമൊന്നും തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തിൽ നിന്നുള്ള ഒരു വലിയ ദുആയെങ്കിലും നമുക്ക് പങ്കെടുക്കാമല്ലോ. ഈ മാസത്തിന്റെ ബഹുമാനം നമ്മളെ കൽബിൽ ഓർമ്മ വേണമെന്നും നമ്മുടെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടെന്ന ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണമെന്നും സാന്ദർഭികമായി ഉയർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. കഴിഞ്ഞ കൊല്ലം അത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞാലി വ്യക്തിയാരുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായി. ഇപ്പോൾ കുഞ്ഞാലി വ്യക്തിയായി കബറിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കബറിനെ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. കുഞ്ഞാലി വ്യക്തിയാർക്ക് വേണ്ടി ഒരു സംഖ്യ സംഭാവന അദ്ദേഹത്തിന്റെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും താല്പര്യം റഹ്മാനെ. ദുബായിൽ ബന്ധപ്പെട്ട ഇസ്മായിൽ അദ്ദേഹത്തിന്റെ കബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഗുരുദേവിയിൽ ബന്ധപ്പെട്ട ജീവിതങ്ങളുടെ 50 അദ്ദേഹത്തിന്റെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വർത്തമാനം റഹ്മാനെ. അതുപോലെ വ്യക്തികൾ പലരും കൂടി അടിച്ചുവെച്ചുപോയ 2 പേരുകളും വിളിക്കുമ്പോൾ മാത്രമേ എല്ലാവരും നമുക്ക് അള്ളാഹുവെ ഞങ്ങളെ റഹ്മാനെ. ഒരു 3 സലാത്ത് എല്ലാവരും ചെല്ലണം. ഒരുപാട് ആളുകൾ സിറാജുദ്ദീനിലേക്ക് നേർച്ചതന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് അതിന്റെ പേരിൽ ഇന്നും നേർച്ച കൊണ്ടെത്തുന്നവരുണ്ട്. അള്ളാഹുവെ ഞങ്ങളുടെ സ്ഥാപനത്തിന് നീ ബർക്കത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. അതിനുവേണ്ടി ആര് സംഭാവനകളും നേർച്ച കൊടുത്തതോ അവർക്ക് അതിന്റെ ഫലം നീ കൊടുക്കണം റഹ്മാനെ.